സംസ്ഥാനത്ത് SSLC സെക്കൻഡറി ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരീക്ഷാഭവനിൽ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഈ വർഷത്തെ SSLC പരീക്ഷ 4 മുതൽ 25 വരെയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ തിയറി പരീക്ഷകൾ മാർച്ച് 1 മുതൽ 26 വരെയും നടക്കും. പരീക്ഷാഭവനിൽ നേരിട്ടെത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പരീക്ഷാ രജിസ്ട്രേഷൻ, ഹാൾ ടിക്കറ്റ് വിതരണം, ഉത്തരക്കടലാസ് വിതരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ചോദ്യപേപ്പർ എത്തിക്കുക, ഉത്തരക്കടലാസ് എത്തിക്കുക, ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക, വിജിലൻസ് ബോർഡിനെ നിയമിക്കുക, അത്തരം കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതെല്ലാം രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമായതുകൊണ്ട് പത്രസമ്മേളനത്തിൽ അത് പറയുന്നില്ല. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ അന്തരീക്ഷം വളരെ മോശമാണ്. ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ അതാത് സ്കൂളുകളിലെ പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷനും സ്കൂൾ അധികാരികളും എല്ലാം ചേർന്നുകൊണ്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി DEOമാരുടെ യോഗം തന്നെ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 4 മുതൽ 25 വരെയാണ് SSLC പരീക്ഷ നടക്കുക. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ തിയറി പരീക്ഷകൾ മാർച്ച് 1 ആരംഭിച്ച് മാർച്ച് 26 അവസാനിക്കും. 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,15,044 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 4,44,097 രണ്ടാം വർഷ വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 27,720 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 29,337 രണ്ടാം വർഷ വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.